നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദിക്റുണ്ട്. നമ്മളേവരും പഠിക്കേണ്ട, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ദിക്റാണ്. 5 വാചകങ്ങളാണ് ഇതിലുള്ളത്, 5 വാക്കുകൾ. അതേക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് മൻ റുസിഖഹുന്ന ഇൻദൽ മൗത്ത്, മരണസമയത്ത് ആർക്കെങ്കിലും അത് പറയാൻ സാധിച്ചാൽ ലം തമസ്സഹുൻ നാർ, അവനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് 5 വാക്കുകൾ. നോക്കൂ, നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാർക്കാണ് അറിയാത്തത്? അതിലെ വാചകങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തിലും അവസാനത്തിലും ഒഴിച്ചേർത്തിയാൽ, 5 വാക്കുകളിൽ ആദ്യത്തിലും അവസാനത്തിലും ഒഴിച്ചേർത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതാണ് ആദ്യം. അവസാനത്തിൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നടുവിലുള്ള 3 വാക്കുകൾ നോക്കൂ നിങ്ങൾ. ഞാൻ ആദ്യത്തിൽ തന്നെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 1, 2 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, 3 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, 4 ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, 5-മത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തുടക്കത്തിൽ മാത്രം അല്ലാഹു അക്ബറും അവസാനത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതും. പിന്നെ 3 വാക്കുകളിൽ നമുക്കൊക്കെ അറിയുന്ന ദിക്റുകളിലെ വാക്കുകളേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമാ എന്നീ സഹാബിമാർ പറയുന്നു, അന്നഹുമാ ഷഹിദാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അവർ ഇരുവരും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദ്, ആരെങ്കിലും പറഞ്ഞാൽ, ഒരടിമ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു പറയും, സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. നോക്കൂ, അത് അല്ലാഹു സത്യപ്പെടുത്തുന്നത്, അങ്ങനെ സത്യപ്പെടുത്തുന്ന മുഅ്മിനാണ് അല്ലാഹു, സത്യപ്പെടുത്തുന്നവനാണ്. സദഖ അബ്ദി, അല്ലാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന വ അന അക്ബർ, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, ഞാനാണ് ഏറ്റവും വലിയവൻ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, 2-മത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, ഞാൻ മാത്രമേ ആരാധനക്കർഹനായുള്ളൂ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന ലാ ശരീക ലി, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, എനിക്കൊരു പങ്കുകാരനില്ല. അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവന്റേതാണ് എല്ലാ അധികാരവും, അവനുള്ളതാണ് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ലാ ഇലാഹ ഇല്ലാ അന ലീ അൽ മുൽക്കു വലഹുൽ ഹംദു, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, എന്റേതാണ് എല്ലാ അധികാരവും ആധിപത്യവും, എനിക്കാണ് സർവസ്തുതിയും. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതാരെങ്കിലും പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, എനിക്കൊരു കഴിവോ ശക്തിയോ ഇല്ല അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ശേഷമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്, മൻ റുസിഖഹുന്ന ഇൻദൽ മൗതി ഇൻദ മൗതിഹി ലം തമസ്സഹു നാർ, ആർക്കെങ്കിലും ഇത് മരണസമയത്ത് പറയാൻ സാധിച്ചാൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നരകം തീരെ സ്പർശിക്കാത്ത ആളുകളിൽ ഇത് അവസാനം പറയാൻ സാധിച്ചവർക്ക് അവരിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതന്മാരിൽ ഒരാൾ, അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലെ ജീവനക്കാരിൽ ചിലർ, അറബ് ലോകത്ത് നടന്ന ഒരു സംഭവമാണ്. അവർ പറയുകയുണ്ടായി, അദ്ദേഹം ഈ രോഗശയ്യയിലായി കിടക്കവേ ഇത് ചൊല്ലുക മാത്രമല്ല, അദ്ദേഹം ഇത് പറഞ്ഞു, ആ സമയത്ത് അദ്ദേഹം അടുത്ത ബെഡിൽ കിടക്കുകയുണ്ടായിരുന്ന ആൾക്കിത് പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ 2 പേരും ഇത് പറഞ്ഞ് മരണപ്പെട്ടു. അദ്ദേഹത്തെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, അദ്ദേഹം മരണസമയത്ത് ഇത് പറയുക മാത്രമല്ല, പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടാണ് മരിച്ചത്. സുബ്ഹാനല്ലാഹ്, അത് വേറൊരാളെ കൊണ്ട്
അയാൾക്ക് കൂടി പറയാൻ കാരണമായിട്ടാണ് ഇത് അദ്ദേഹം മരിച്ചത്. സഹോദരങ്ങൾ, നല്ല അമലിൽ അന്ത്യം ലഭിക്കുക എന്നത് നിസാരമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആസലഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ മരണം അത് മധുരകരമാക്കി തീർക്കും. അവന്റെ മരണം എന്നത് ഒരു സാലിഹായ അമലിന് തൊട്ടുടനെ ആക്കി തീർക്കും. കാരണം ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരുടെ മരണം എങ്ങനെയാണോ അങ്ങനെയാണ്. എങ്ങനെയാണ് മരിക്കുക? ജീവിച്ചത് എങ്ങനെയാണോ അങ്ങനെ. ജീവിച്ചത് എങ്ങനെയാണോ സിദ്ഖോടെ, നീ ആത്മാർത്ഥതയോടെ, നിന്റെ ഉള്ളും പുറവും ഏത് കോലത്തിലായിരുന്നോ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അസ്അലുല്ലാഹ ലീ വലക്കും തൗഫീഖ്, അസ്അലുല്ലാഹ ലീ വലക്കും ഹുസ്നുൽ ഖാതിമ. അല്ലാഹു നമ്മുടെ അവസാനത്തെ വാക്ക് കലിമത്തു ഷഹാദ ആക്കി തീർക്കുമാറാകട്ടെ.